സോ നെക്സ്റ്റ് കം ദ സോളാർ വിൻഡ്. എന്താണ് സോളാർ വിൻഡ് എന്ന് പറയുന്ന കാര്യം? Is a nothing but is a flow of energized particle emanating from the upper atmosphere of the sun. അപ്പർ അറ്റ്മോസ്ഫിയർ മീൻസ് കൊറോണയിൽ നിന്നും വരുന്ന ഒരു എനർജൈസ്ഡ് പാർട്ടിക്കിൾസിന്റെ ഒരു ഫ്ലോയെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോളാർ വിൻഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് മോസ്റ്റ്ലി കൺസിസ്റ്റ് ഓഫ് പ്രോട്ടോൺസ്, ഇലക്ട്രോൺസ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി മാഗ്നറ്റിക് ഫീൽഡ്സ് ഫ്രം ദ സൺ. സോ ഈ സോളാർ വിൻഡ് ക്യാരി ചെയ്യുന്ന പാർട്ടിക്കിൾസിൽ പ്രോട്ടോൺസും ഇലക്ട്രോൺസും കഴിഞ്ഞാൽ, സോ ദേ ആർ ഇൻ പ്ലാസ്മ സ്റ്റേറ്റ്, സൂര്യനിൽ നിന്നുമുള്ള മാഗ്നറ്റിക് ഫീൽഡിനെയും ഇത് ക്യാരി ചെയ്യുന്നുണ്ട്, വിച്ച് ഈസ് കോൾഡ് ഇന്റർ പ്ലാനറ്ററി മാഗ്നറ്റിക് ഫീൽഡ്, IMF എന്ന് പറയുന്നത്. ആൻഡ് ദ ടേബിൾ ഷോസ് ദ ബേസിക് ഇൻഫർമേഷൻ ഓർ ബേസിക് സോളാർ വിൻഡ് പ്ലാസ്മ പാരാമീറ്റേഴ്സ്. അതിൻ്റെ ഫീൽഡ് എത്രയാണ്, പ്രോട്ടോൺ ഡെൻസിറ്റി എത്രയാണ്, it is around 6.6 per centimeter cube, and electron density, and so the various factors are there, or various parameters are there in the table. So next comes the origin of the solar wind. പറഞ്ഞു കൊറോണയിൽ നിന്നുമാണ് ഈ സോളാർ വിൻഡ് ഉത്ഭവിക്കുന്നത്. So corona is the outermost layer of our sun, and we can see it in full splendor, shape or structure during the total solar eclipse. സോളാർ എക്ലിപ്സ് സമയത്ത് നമുക്ക് സോളാർ കൊറോണയെ വളരെ നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫി ആയിട്ട് എടുക്കാൻ പറ്റും. സൂര്യൻ്റെ സർഫസിൽ അല്ലെങ്കിൽ സൺ സർഫസിൽ we can see some magnetic closed structures. എപ്പോഴും നമുക്കുള്ളത് മാഗ്നറ്റിക് ക്ലോസ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. So the field lines are closed here. But in certain regions like here, you can see the field lines are open. ഇവിടെ ഫീൽഡ് ലൈൻസ് എന്താണ്? ഓപ്പൺ ആണ്. ആൻഡ് ദീസ് ആർ കോൾഡ് കൊറോണൽ ഹോൾസ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൊറോണൽ ഹോൾസ് എന്ന് പറയുന്നത്. സോ കൊറോണൽ ഹോൾസ് ആർ ദി മെയിൻ സോഴ്സ് ഓഫ് സോളാർ വിൻഡ്. സോളാർ വിൻഡിൻ്റെ ഉണ്ടാകാനുള്ള മെയിൻ കാരണം ഈ ഇത്തരത്തിലുള്ള കൊറോണൽ ഹോൾസ് ആണ്. കൊറോണൽ ഹോൾസ് ആർ റീജിയൻസ് ഓഫ് magnetically open structures, which is opposed to the closed structure over the field lines elsewhere seen on the sun. So the energized or electrically charged particles in this hot solar atmosphere are free to escape from the sun through coronal holes. ഈ ഓപ്പൺ സ്ട്രക്ചർ വഴി അല്ലെങ്കിൽ ഈ കൊറോണൽ ഹോൾസ് വഴി സൂര്യനിലുള്ള ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ എസ്കേപ്പ് ചെയ്യേണ്ട ഒരു ടെൻഡൻസി ഉണ്ടാകും. ബാക്കി എല്ലാ സ്ഥലത്തും ദേ ആർ ട്രാപ്ഡ് ഇൻസൈഡ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. സോ ദ കൊറോണ ഹാസ് ദിസ് ഡിസ്റ്റിൻക്റ്റ് സ്ട്രക്ചർ. ബാക്കി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ദേ ആർ ട്രാപ്ഡ്. ഈ പാർട്ടിക്കിൾസ് അതിൻ്റെ അകത്ത് ട്രാപ്പ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് കൊറോണയ്ക്ക് ഒരു ഡിസ്റ്റിൻക്റ്റ് സ്ട്രക്ചർ ഉണ്ടാകുന്നത്. ആൻഡ് ദ ടെന്യൂവസ് ഹൈ ടെമ്പറേച്ചർ സോളാർ കൊറോണൽ പ്ലാസ്മ, ഹൈ ടെമ്പറേച്ചർ ആയ ഈ സോളാർ കൊറോണൽ പ്ലാസ്മയ്ക്ക് ഇറ്റ് ഹാസ് ടു മച്ച് എനർജി, ഒരുപാട് എനർജി ഉണ്ട് ടു ബി സോ ദാറ്റ് ഇറ്റ് ക്യാൻ എസ്കേപ്പ് ഫ്രം ദി സോളാർ ഗ്രാവിറ്റി. സോളാർ ഗ്രാവിറ്റിയിൽ നിന്നും എസ്കേപ്പ് ചെയ്യേണ്ട ഒരു ശക്തി ഈ കൊറോണൽ പ്ലാസ്മയ്ക്കുണ്ട്. അത് ഈ കൊറോണൽ ഹോൾ വഴി അത് എന്ത് ചെയ്യുന്നു? എസ്കേപ്പ് ചെയ്യുന്നു. സോ ദാറ്റ് ഇറ്റ് എക്സ്പാൻഡ്സ് എവേ ഫ്രം ദ സൺ. സൂര്യനിൽ നിന്നും അത് വെളിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. വരുന്നതെല്ലാം ഈ കൊറോണൽ സ്ട്രക്ചർ, കൊറോണൽ ഹോള് വഴി ഇജക്റ്റ് ചെയ്യുന്ന പ്ലാസ്മ ക്ലൗഡാണ് സൂര്യനിലെ വെളിയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങുന്നത്. ആൻഡ് ആസ് ഇറ്റ് മൂവ്സ് ഓൺ ദ എക്സ്പാൻഷൻ ഗെറ്റ്സ് ഇൻക്രീസസ്. ആദ്യം ഈ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ പ്രോസസ് ആയിരിക്കും. ബട്ട് ആസ് ദി ഡിസ്റ്റൻസ് ഇൻക്രീസസ് the pressure within the corona gradually overcomes the weight of the underlying gases or overlying gases, and the rapid expansion takes place. You say after 10 million kilometers, the corona expands at the rate of several hundred kilometers per second. സൂര്യനിൽ നിന്നും ഏകദേശം ഒരു 10 മില്യൺ കിലോമീറ്റർ കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓഫ് several hundred kilometers per second, which is faster than the speed of sound. So at that point we can say or can be considered as a supersonic wind. ആ സമയത്ത് നമുക്ക് അവനെ എന്തെന്ന് പറയാം? സൂപ്പർസോണിക് വിൻഡ് എന്ന് പറയാം. ആ കൊറോണ സ്ട്രക്ചറിനെ സൂപ്പർസോണിക് വിൻഡ് എന്ന് പറയാം, റാദർ ദാൻ ദി സൺസ് അറ്റ്മോസ്ഫിയർ. അതൊരു സൺസ് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഒരു 10 മില്യൺ കിലോമീറ്റർ കഴിയുമ്പോൾ അത്
ഒരു ക്ലൗഡിൻ്റെ രൂപം മാറി ഒരു വിൻഡിൻ്റെ രൂപത്തിലേക്ക് അത് എത്തുന്നു. അത്രമാത്രം എക്സ്പാൻഷൻ സ്പീഡപ്പ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് കണ്ടിന്യൂസ് ടു ആക്സിലറേറ്റ് ആൻഡ് റീച്ചസ് ദി വെലോസിറ്റി ഓഫ് സെവറൽ ടൈംസ് ദ സ്പീഡ് ഓഫ് സൗണ്ട് അറ്റ് ഇറ്റ് മൂവ്സ് ഔട്ട് ഫ്രം ദ സൺസ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. സണ്ണിൻ്റെ ഗ്രാവിറ്റേഷൻ പുള്ളിൽ നിന്നും എസ്കേപ്പ് ചെയ്ത് എക്സ്പാൻഡ് ചെയ്യുന്ന സോളാർ കൊറോണ ഒരു സോളാർ വിൻഡായിട്ട് പരിണമിക്കുന്നു. And away from the sun, corona expands rapidly and becomes a high velocity stream which is called solar wind. So the supersonic flow of solar corona away from the sun is called solar wind. It carries the energized particles and magnetic field from the sun. As the solar wind expands into the interplanetary space, what happens to its density? Its density drops off in proportion to the square of the increase in distance from the sun. സൂര്യനിലുമുള്ള ദൂരം എങ്ങനെയാണോ കൂടുന്നത് അതിൻ്റെ സ്ക്വയർ ആയിട്ട് സോളാർ വിൻഡിലെ ഡെൻസിറ്റി ഡ്രോപ്പ് ചെയ്യാൻ തുടങ്ങും. അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 astronomical unit, the highest measurement of electron density, it is only 10 particles per centimeter cube. ഒരു astronomical യൂണിറ്റ് ദൂരെ സൂര്യനിൽ നിന്നും എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് കേവലം 10 പാർട്ടിക്കിൾസ് പെർ സെൻറ്റിമീറ്റർ ക്യൂബിലേക്കാണ്. അങ്ങനെ തോന്നുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഈ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് പ്രോപ്പർട്ടി ലൂസ് ആവുമോ? നോ. ഈവൻ അറ്റ് ദിസ് ലോ ഡെൻസിറ്റി ദ സോളാർ വിൻഡ് ഹാസ് ദിസ് കണ്ടിന്യൂസ് പ്രോപ്പർട്ടി ബിക്കോസ് ഓഫ് ദി എംബഡഡ് സോളാർ മാഗ്നറ്റിക് ഫീൽഡ്. ആ സോളാർ മാഗ്നറ്റിക് ഫീൽഡ് അതിനെ കൺഫൈൻ ചെയ്ത് നിർത്തും. ആൻഡ് സിമിലർലി ദ എനർജി കൺസ്യൂംഡ് ഇൻ എക്സ്പാൻഡിങ് ദി കൊറോണ ടു ദ സോളാർ വിൻഡ് വെലോസിറ്റി, അല്ലേ? സോളാർ വിൻഡ് വെലോസിറ്റിയിലേക്ക് അവൻ എക്സ്പാൻഡ് ചെയ്യുന്നു. അതിനൊരു എനർജി വേണം. അത് കൺസ്യൂം ചെയ്യുന്നത് സൂര്യനിൽ നിന്നും തന്നെയാണ്. ഇസ് ഓൺലി അബൌട്ട് എ മില്യൺത്ത് ഓഫ് ദ ടോട്ടൽ എനർജി ഔട്ട്പുട്ട് ഓഫ് ദ സൺ. ഓക്കെ, ആൻഡ് ദ വിൻഡ്സ് എനർജി പെർ യൂണിറ്റ് വോളിയം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ചോദ്യം അല്ലെങ്കിൽ നമുക്കൊരു സംശയം തോന്നാം, ഈ സോളാർ വിൻഡ് ഇന്റർപ്ലാനറ്ററി സ്പേസിലേക്ക് പോകുമ്പോൾ അത് എല്ലാത്തിനെയും കരിച്ച് കളയത്തില്ലേ? Since the density is too small, the wind's energy per unit volume is so slight that an object in the space is not warmed significantly by it. അതിൻ്റെ ഒരു പെർ വോളിയം എനർജി, ദ വിൻഡ്സ് എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് ആരെയും അല്ലെങ്കിൽ അതിൻ്റെ വഴിയിൽ പോകുന്ന ആരെയും കരിച്ച് കളയുന്നില്ല സോളാർ വിൻഡ്. നമുക്ക് ഈ സോളാർ വിൻഡിൻ്റെ ഫ്ലോയുടെ ഒരു വീഡിയോ ഒന്ന് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഈ കാണുന്നതാണ് നേരത്തെ പറഞ്ഞ മാഗ്നറ്റിക് ക്ലോസ്ഡും മാഗ്നറ്റിക് ഓപ്പൺ സ്ട്രക്ചേഴ്സും. ആ മാഗ്നറ്റിക് ഓപ്പൺ സ്ട്രക്ചേഴ്സ് വഴിയാണ് സോളാർ വിൻഡ് വെളിയിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം മാഗ്നറ്റിക് ക്ലോസ്ഡ് സ്ട്രക്ചേഴ്സിന് അത് വെളിയിലേക്ക് വരുന്നു. അത് ഏത് രീതിയിലാണ് പ്ലാനറ്റിലേക്ക് എത്തുന്നു എന്ന് നോക്കുക. ഡിസ്റ്റൻസ് കൂടുന്തോറും അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നതായിട്ട് കാണാം. കൊറോണയുടെ ഡെൻസിറ്റി അവിടെ കുറയുകയാണ്, പാർട്ടിക്കിൾസ് ഡെൻസിറ്റി കുറയുകയാണ്. സോ ദിസ് ഈസ് കോൾഡ് സോളാർ വിൻഡ് ഫ്ലോ. തുടക്കത്തിൽ നിങ്ങൾക്ക് കാണാം സോളാർ കൊറോണ എന്ന് പറയുന്ന ഒരു ഫൈൻ സ്ട്രക്ചറാണ്. ആസ് ഡിസ്റ്റൻസ് ഇൻക്രീസസ്, സീ വാട്ട് ഹാപ്പൻസ്. സോ യു ക്യാൻ സീ എ ഡിമാർക്കേഷൻ. അറ്റ് ദിസ് പോയിന്റ് വിൽ സേ ഇറ്റ് ഈസ് സോളാർ വിൻഡ്. അറ്റ് ദിസ് പോയിന്റ് വി ഹാവ് ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് സോളാർ കൊറോണ. അത് കഴിഞ്ഞ് അതിൻ്റെ ഡെൻസിറ്റി കുറഞ്ഞ് അവൻ്റെ എക്സ്പാൻഷൻ റാപ്പിഡ് ആകുന്ന ഒരു അവസ്ഥയാണ് അവിടെ വരുന്നത്. സോ അറൗണ്ട് 20 million miles. See how the structure is changing. So density is losing. So this is the supersonic flow which is called solar wind. ഇത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു വാട്ടർ കണ്ണിൽ നിന്ന് വെള്ളം ഇജക്റ്റ് ചെയ്യുമ്പോൾ യു ക്യാൻ സീ അറ്റ് ദാറ്റ് പോയിന്റ് ദിസ് ഫൈൻ സ്ട്രക്ചർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹോൾഡിംഗ് ഇസ് പാർട്ടിക്കിൾസ്. സോ ദാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഡൈവർജൻസ് അവിടെ വരുന്നു. ഇതുപോലെ തന്നെയാണ് ആ സോളാർ വിൻഡിൻ്റെ ഫ്ലോയും നടക്കുന്നത്. അത്രയും കിലോമീറ്ററിൻ്റെ അപ്പുറത്തേക്ക് എത്തുമ്പോൾ സൺസ് ഗ്രാവിറ്റിയിൽ നിന്നും അത് വളരെ വ്യക്തതയോടുകൂടി അതിനെ ഫ്രീ ആകാൻ പറ്റുന്നുണ്ട്. സോ ദാറ്റ് ഇറ്റ് എക്സ്പാൻഡ്സ് അറ്റ് എ റാപ്പിഡ് റേറ്റ് ആൻഡ് വിച്ച് ഈസ് കോൾഡ് സോളാർ wind. So these are some visualization of solar wind flow. Hope you are understanding what is this solar wind now. നമ്മൾ സൺ പഠിച്ച സമയത്ത് വി ലേൺ ആക്ടിവിറ്റി. സൂര്യൻ നോർമൽ സ്റ്റേറ്റിലിരിക്കും, ആക്ടിവിറ്റി പീരീഡും സണ്ണിനുണ്ടെന്ന് പറഞ്ഞു.
അതുപോലെ തന്നെ we have to learn this average solar wind condition and disturbed solar wind condition. And this disturbed solar wind condition is mainly due to the solar energetic particle events, which may coronal mass ejection ആകാം, സോളാർ സ്റ്റോം ആകാം. ആ സമയത്തൊക്കെ സോളാർ വിൻഡ് എന്തായിരിക്കും? ഡിസ്റ്റർബ്ഡ് സോളാർ വിൻഡ് ആയിരിക്കും. ഡ്യൂറിങ് ദാറ്റ് ടൈം ഇസ് വെലോസിറ്റി ആൻഡ് ടെമ്പറേച്ചർ മേ ബിക്കം വെരി ഹൈ ദാൻ ദാറ്റ് ഓഫ് ദി ആവറേജ് വിൻഡ് കണ്ടീഷൻ. ഒരു ആവറേജ് വിൻഡ് കണ്ടീഷനിൽ സോളാർ വിൻഡ് സ്പീഡ് ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് അറൌണ്ട് 400 to 500 km/s. But during SCPs, the velocity is 3000 km/s and the energy is around 1000 electron volt. So during the activities time, the large scale streams comprised of high speed, high temperature plasma are observed in the solar wind. ഈ സൺ ആക്ടിവിറ്റി ഉള്ള സമയത്ത് സോളാർ വിൻഡുകളിൽ ഇത്രയും ഹൈ ടെമ്പറേച്ചർ പ്ലാസ്മ കാണും. ഇറ്റ് മേ ലാസ്റ്റ് ഓവർ സെവറൽ ഡേയ്സ് അറ്റ് എ ടൈം. സോളാർ വിൻഡ് ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ ലാർജ് ഫ്ലക്ച്വേഷൻസ് ഓഫ് ഇന്റർപ്ലാനറ്ററി മാഗ്നറ്റിക് ഫീൽഡ്. ഇന്റർപ്ലാനറ്ററി മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിസ്റ്റർബൻസും സോളാർ വിൻഡിന്റെ അതിന്റെ ഫ്ലക്ച്വേഷൻസും സോളാർ വിൻഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഈസ് ദി കൊറോണൽ മാസ് ഇജെക്ഷൻസ് വിച്ച് ആർ റിലേറ്റഡ് ടു സോളാർ ഫ്ലെയർസ് ആൻഡ് ആക്റ്റീവ് പ്രോമിനൻസസ്. And the disturbances may include a shock wave that moves ahead of the CME, accelerating the solar wind particles to high energies as it moves. ഈ ഡിസ്റ്റർബൻസ് കാരണം അല്ലെങ്കിൽ it may accelerate the solar wind particles, which may be electrons and protons, to its high energy. And during CMEs, the large masses of plasma are expelled from the sun, which is by eruptions bigger than the disk of the sun, which is the which disturbs the outer corona. ഈ കൊറോണൽ മാസ് ഇജക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന പ്ലാസ്മ ക്ലൗഡ്, അതിൻ്റെ ഒരു ഇറപ്ഷൻ ഇറ്റ് ഈസ് ബിഗർ ദാൻ ദ ഡിസ്ക് ഓഫ് ദ സൺ ആണ്. അത് ഔട്ടർ കൊറോണയുടെ ഒരു ഡിസ്റ്റർബിംഗ് സ്റ്റേറ്റ് ആണത്. സോ ദിസ് ഈസ് സംതിങ് അബൌട്ട് ദി ഡിസ്റ്റർബ്ഡ് സോളാർ വിൻഡ് കണ്ടീഷൻ. ഡിസ്റ്റർബ്ഡ് സോളാർ വിൻഡ് കണ്ടീഷനിൽ നമ്മൾ ഏറ്റവും കെയർ ചെയ്യേണ്ടത് ആ സമയത്തുള്ള സോളാർ വിൻഡിൻ്റെ സ്പീഡ് ആയിക്കോട്ടെ, അതിൻ്റെ ടെമ്പറേച്ചർ ആയിക്കോട്ടെ, ഇറ്റ് ഈസ് ഹ്യൂജ്. ആൻഡ് മെനി റിസർച്ച് ആർ ഗോയിങ് ഓൺ ടു സ്റ്റഡി ദ എഫക്റ്റ് ഓഫ് ഇൻട്രാക്ടിങ് ദി സോളാർ വിൻഡ് വിത്ത് ദ പ്ലാനറ്ററി ബോഡീസ്. വൈ വി ആർ സേഫ്? ഇറ്റ് ഈസ് ബിക്കോസ് വി ഹാവ് എ ഇന്റേണൽ കോർ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മുടെ ഭൂമിക്കുള്ളിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കാരണമാണ് ഈ സോളാർ വിൻഡ് നമ്മുടെ ഭൂമിയിലേക്ക് വീഴാത്തത്. വീണതെങ്കിൽ there is no life exists on our earth. So because of the magnetic field or because of the magnetosphere we are here. ഞാൻ നേരത്തെ ഒരു ഫോട്ടോഗ്രാഫ് കാണിച്ചു, ഞാൻ അതിലേക്ക് പോകുന്നു. So this is the structure. So now you know the solar wind. നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് പുറമെ the energized particles are also emanating from the sun. സൂര്യനിൽ നിന്നും ഈ energized particlesഉം എത്തുന്നുണ്ട്. ഇത് നമ്മുടെ ഭൂമിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, യു ക്യാൻ സീ വി ഹാവ് എ മാഗ്നറ്റിക് ഫീൽഡ്, ഇന്റേണൽ ഒരു കോറിലുള്ള ഒരു കോർ മാഗ്നറ്റിക് ഫീൽഡ് നമുക്കുണ്ട്. ആ കോർ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഈ IMF അല്ലെങ്കിൽ സോളാർ വിൻഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കപ്പിൾ ചെയ്യുന്നു. ആ കപ്പിൾ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഈ ബോ ഷോക്ക് അവിടെ ഉണ്ടാകുന്നതും ഈ സ്ട്രക്ചർ ഇവിടെ ഫോം ചെയ്യുന്നത്. സോ ദിസ് ഈസ് ദി മാഗ്നറ്റോസ്ഫിയർ സ്ട്രക്ചർ ഓഫ് അവർ എർത്ത്. തുടക്കത്തിൽ ഉള്ള സ്ട്രക്ചർ യു ക്യാൻ സീ സം കംപ്രഷൻ ബിക്കോസ് ഓഫ് ദി എഫക്റ്റ് ഓഫ് ദി ഇൻട്രാക്ഷൻ ഓഫ് സോളാർ വിൻഡ് വിത്ത് അവർ. അപ്പോൾ ഇവിടെയാണ് സൂര്യൻ ഉള്ളത്. അപ്പോൾ സോളാർ വിൻഡിൻ്റെ ഫ്ലോ ഇതാണ്. ആ ഫ്ലോ കാരണമാണ് ഇവിടുത്തെ മാഗ്നറ്റിക് സ്ട്രക്ചർ ഒന്ന് കംപ്രസ് ചെയ്തിരിക്കുന്നതും അതിൻ്റെ ആൻറ്റി സൺവേ ഡയറക്ഷനിൽ അത് ഇലോങ്ങേറ്റ് ചെയ്ത് ഒരു ടെയിൽ രൂപത്തിലേക്ക് പോകുന്നത്. സോ ദിസ് ഈസ് മാഗ്നറ്റിക് ടെയിൽ സ്ട്രക്ചർ ആൻഡ് ദിസ് ഈസ് ദി മാഗ്നറ്റോസ്ഫിയർ സ്ട്രക്ചേഴ്സ്. ഇത് മാഗ്നറ്റോ ഷീത്ത് എന്ന് വിളിക്കും. ആ ബൗണ്ടറിയെ നമ്മൾ മാഗ്നറ്റോ പാസ് എന്ന് വിളിക്കും. ആൻഡ് ദീസ് ആർ കാൾഡ് പ്ലാസ്മ സ്ഫിയേഴ്സ്. ഈ ഇതിനെയാണ് നമ്മൾ പ്ലാസ്മ സ്ഫിയേഴ്സ് എന്ന് പറയുന്നത്, വിച്ച് ആർ കാൾഡ് വെയർ ദി പ്ലാസ്മ ഓർ ദി സോളാർ വിൻഡ് പ്ലാസ്മ ആർ ട്രാപ്ഡ് ഇൻ ദീസ് പ്ലാസ്മ സ്ഫിയേഴ്സ് വിച്ച് ആർ കാൾഡ് വാൻ അലൻ റേഡിയേഷൻ ബെൽറ്റ്സ്. നമ്മുടെ അറോറയൊക്കെ ഉണ്ടാകുന്നത്, അറോറ ബോറിയാലിസ് ഒക്കെ ഉണ്ടാകുന്നത് ഈ ട്രാപ്ഡ് പ്ലാസ്മ അയോൺസ് കാരണമാണ്. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് Chapman-Ferraro structure of Earth's magnetosphere. So it has a tail lobe and this is the compression. It has a head which is called magnetosphere.
അപ്പം ഇത്രയേ ഉള്ളൂ ആക്റ്റീവ് സൺ എന്ന് പറയുന്ന പോർഷൻ. ഹോപ്പ് യു ആർ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദിസ്. താങ്ക് യു.